ഈ അഭിഷേകം ഇവിടേക്ക് ആളുകൾ വരുമ്പോൾ ആളുകൾ അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒന്ന് കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞ മക്കൾ പോരാ. കരങ്ങൾ ഉയർത്തി അടിച്ചേ. നല്ല വിടുതൽ, നല്ല അഭിഷേകം. ആമേൻ. ഈശോമിശിഹായ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുത്തേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ഉപവാസങ്ങളും എൻ്റെ പ്രാർത്ഥന മുഴുവൻ അത് നിങ്ങൾക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വേറെ ആർക്കും ഇല്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈ ആലയത്തിലുള്ള മുഴുവൻ ഞങ്ങൾ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ആത്മാ ശുശ്രൂഷകളുടെ മുഴുവൻ പ്രാർത്ഥനകളും ത്യാഗങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ യേശുവിന് വേണ്ടി നേടിയെടുക്കണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹവും സ്വപ്നം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെല്ലാം നിങ്ങൾ ഈശോയിലായിരിക്കണം, അതാണ് ഞങ്ങളുടെ സ്വപ്നം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എന്ത് ത്യാഗം എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണോ? സർവ്വത്തിൽ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. എന്ന് കൈയടിച്ച് കത്താന്ന് നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കൈയടിച്ച്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസം ധാരാളം ദൈവജനം വന്നിരിക്കുന്ന ഒരു പരിസരം മുഴുവൻ ദൈവജനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണ്, കർത്താവിന് അനുഗ്രഹ ദിവസമാണ്. ഈ സമയത്ത് അച്ഛൻ ക്ലാസ് ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കും. ഒന്നുകൊണ്ട് പൊതുവായ അറിയിപ്പ് നൽകും. ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അച്ഛനോട് 100% നിങ്ങൾ സഹകരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ നമുക്ക് ഒത്തിരി അനുഗ്രഹത്തിന്റെ ദിവസമാക്കി ദിവസം മാറ്റാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊബൈൽ ഫോൺ ഒരു കാരണവശാലും നമ്മൾ ഈ സമയങ്ങൾ ഉപയോഗിച്ചേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് കൃപയുടെ മണിക്കൂർ. നമ്മളൊന്നും ആരെയും മൈൻഡ് ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഞാൻ ഭൂമി കുലുങ്ങിയാൽ പുറത്ത് എന്നാ മൊബൈൽ എന്നെ ഇഷ്യൂസ് വന്നാൽ ഞാനിവിടെ ഇറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ തീരുമാനം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് അതൊരു തീരുമാനം. അങ്ങനെ തീരുമാനങ്ങൾ ജീവിതത്തിൽ ദൈവവുമായിട്ട് ചേരുന്ന ചില തീരുമാനങ്ങൾ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഉറച്ചു നിൽക്കുമായിരുന്നു. ഏത് സാഹചര്യം വന്നാലും അതിൽ ഞാൻ മാറില്ലായിരുന്നു. ഒരു കാരണവശാലും എന്ത് ആര് വന്നാലും ആ ഒരു തീരുമാനം, ഞാനും എന്റെ ദൈവവുമായിട്ട് എടുക്കുന്ന ഉടമ്പടികൾ ലംഘിക്കാതിരിക്കുവാൻ ഞാൻ സദാ ശ്രമിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അച്ഛൻ ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ഉടമ്പടി വെക്കണം. ആരുമായിട്ടാ? എന്നിട്ട് കാത്തിരിക്കണം. ദൈവം പ്രവർത്തിച്ചു, ഒന്നും പേടിക്കേണ്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മൊബൈൽ ഫോൺ നമ്മൾ ആരും ഉപയോഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഈ ദിവസം അച്ഛനെ പരിശുദ്ധാന്ന് പറഞ്ഞു ഉപവാസത്തിന്റെ ദിവസം. എന്താണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം ആണോ? സർവ്വത്തിൽ ഹല്ലേലൂയ. വിശപ്പോടുകൂടി പ്രാർത്ഥിക്കുന്ന ദിവസം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പറഞ്ഞേ? വിശപ്പോടുകൂടി, ക്ഷീണത്തോടുകൂടി, തളർച്ചയോടുകൂടി, ആ ഒരു വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വേദനയോടുകൂടി എടുക്കുന്നൊരു അതാണ് ഉപവാസ പ്രാർത്ഥന. വേദന എടുത്തുകൊണ്ട്, സഹനം എടുത്തുകൊണ്ട്, വിശപ്പോടുകൂടിയുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. വിശപ്പും ദാഹത്തോടും കൂടി ആ നമുക്ക് ഭൗതിക വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പും ദാഹം, ആ ദാഹം മുഴുവൻ എങ്ങോട്ട് തിരിക്കും? ആരെ സ്വന്തമാക്കാനാക്കും? പറഞ്ഞേ വിശ്വാസത്തിൽ പറയും ഹല്ലേലൂയ. അപ്പൊ ഉപവാസത്തിന്റെയും ത്യാഗം വിശപ്പോട് കൂടിയുള്ള പ്രാർത്ഥനയാണ്, ദാഹത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉപവാസ പ്രാർത്ഥനയുടെ അർത്ഥം. അതൊരു പരിഹാര അതെന്താണ്? എന്താണത്? ഒരു പരിഹാര പ്രാർത്ഥന. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വരുന്ന ദൈവജനം ഉപവാസത്തിൽ നിർബന്ധമാണ്, ഉപവാസത്തിൽ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത്യാവശ്യം വല്ലതും രാവിലെ നിങ്ങൾ വല്ല ഭക്ഷണവും കഴിച്ചു, പിന്നെ നിങ്ങൾ തൊട്ടേക്കരുത്. ഞാനാണെങ്കിൽ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ വൈകിട്ടിന് ഒരു 9 മണിയെങ്കിലും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതിനിപ്പോൾ അച്ഛൻ തൊടത്തില്ല. സർവ്വത്തിൽ കർത്താവിന്റെ നിയമം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കാണുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. മുഴുവൻ ആളുകളെയും കണ്ട് തീർത്ത് എല്ലാം അവസാനത്തെ ആളുകളെയും തീർത്തിട്ടാണ് അച്ഛൻ ഭക്ഷണത്തിന് പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്കും അച്ഛന് കിട്ടുന്ന കൃപയുടെ 10 ഇരട്ടി കൃപ കിട്ടും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അല്ല നിങ്ങൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ഇടയ്ക്ക് തിന്നുക, കുടിക്കുക, അതിനിടയ്ക്ക് ഒരു സ്തുതിപ്പ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ ത്യാഗം എടുത്തുള്ള ശുശ്രൂഷ, ത്യാഗത്തിന്റെ ശുശ്രൂഷ, അത് വലിയൊരു വിലയുള്ള ശുശ്രൂഷ, കൃപ കിട്ടും. അതുകൊണ്ട് വിശപ്പോടും നിങ്ങളെക്കാളും വിശപ്പുണ്ട് എനിക്കിപ്പം. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആ വിശപ്പോടുകൂടി വേണം ആരെ വിളിക്കാൻ? ദൈവത്തെ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആമേൻ, ആമേൻ.
എന്തിനാണ് ഈ വിശപ്പും ദാഹവും നമ്മൾ എടുക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള രഹസ്യവും പരസ്യവുമായ പാപങ്ങൾക്ക് ഒരു പരിഹാര ബലി. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് കണ്ടിട്ടില്ല ചില ഈ മലയാറ്റൂർ മലയൊക്കെ കയറുന്ന ആളുകളെ, പ്രൈസലോഷ്, അവരിങ്ങ് വന്നിട്ട് കുരിശെടുത്ത് തോളി വെച്ചുകൊണ്ട് മലയങ്ങ് കയറുക. ആ സമയത്ത് വിശപ്പ് ദാഹോ എന്തു വന്നാലും അവർ തൊടുവോ? തൊട്ടില്ല. പ്രൈസലോഷ്, ഒറ്റ നിയോഗമാണ്. പ്രൈസലോഷ്, അത് ചെയ്ത് തീർക്കുന്നിടം വരെ അവര് ശരിക്കും ചിലപ്പം ബോധം കിട്ടുപോലും ചില ആൾക്കാര് വീഴാറുണ്ട്. വീണാ പോലും അവരത് തൊടാതെ. ഒരു ത്യാഗമാണ്, ഒരു പരിഹാരമാണ്, പ്രാശ്ചിത്തമായിട്ട് എടുക്കുക. പ്രൈസലോഷ്, ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈ വേളാങ്കണ്ണി ചെല്ലുമ്പോൾ കാണാൻ പറ്റും മണലിൽ കൂടെ ആളുകൾ തീ മണലിൽ കൂടെ നീന്തുന്ന കാണാം. പ്രൈസലോഷ്, ആ സമയത്ത് കാല് പൊട്ടി ചോര ഒഴുകും, കൈയും മുട്ടൊക്കെ പൊട്ടി കീറും. പക്ഷെ അവര് അവിടെ വെച്ച് കുരിശിന്റെ വീട് നിർത്തുവോ? നിർത്തത്തില്ല. അവരങ്ങ് ആ തീക്കകത്ത് കിടന്നങ്ങ് ഊരുണ്ട്. അതൊരു പരിഹാരമാണ്. കർത്താവിന്റെ കാൽവരി ബലിയോട് ചേർത്ത് എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചു, എനിക്ക് വേണ്ടി കുരിശെടുത്തുകൊണ്ട് ഗാഗൽത്താ മല കയറി ഈശോ പലതവണ വീണിരുന്നു. അവന്റെ ശരീരം പൊട്ടി ചോരയൊഴിച്ചിരുന്നു. ഇത് മുഴുവൻ അനുസ്മരിച്ചുകൊണ്ടാണ് ആ എന്റെ പാപത്തിന് പരിഹാരം ചെയ്ത കർത്താവിനോട് ചേർന്ന് ഞാനൊരു ചെറിയൊരു പരിഹാര കർമ്മം നിർവഹിക്കുന്നു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ചെയ്യണം. അതാണ് ഈ ആലയത്തിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. പ്രൈസലോഷ്, അല്ലാതെ ഭക്ഷണം കഴിച്ചോ ദാഹം കുറിച്ചോന്നല്ല. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹാലൽ സ്തുതിക്കട്ടെ, 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 ആമേൻ. പ്രൈസലോഷ്, ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹാലൽ. അതുകൊണ്ടാണ് അതുപോലെ ഈ ദാഹം കഴിഞ്ഞിട്ടും പശപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുത്തെ കൃപാവിരുന്ന് കഞ്ഞി നമ്മൾ കുടിക്കേണ്ടത്. പ്രൈസലോഷ്, അത് നേർച്ച ഭക്ഷണം, അത് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം. എനിക്ക് സന്ദേശം കിട്ടിയത് പരിശുദ്ധ അമ്മ എനിക്ക് പറഞ്ഞു തന്ന, നീ ഇത് ജനത്തിന് കൊടുക്കണം. പ്രൈസലോഷ്, ഇവിടെ വരുന്ന ഉപവാസം എടുത്ത് ഉപവാസം മുറിക്കുന്നത് ആ ഒരു കഞ്ഞിയോടുകൂടി ആയിരിക്കണം. പ്രൈസലോഷ്, അല്ലാതെ അതിനിടയിൽ വേറൊരു ഭക്ഷണം ആളുകളെ കൊണ്ട് കഴിപ്പിക്കരുത്. കുർബാനയല്ലാതെ വേറൊന്നും അവരുടെ ശരീരത്തിലേക്ക് വരരുത്. പ്രൈസലോഷ്, എങ്കിൽ അവരുടെ സാത്താന്റെ ശക്തി അവരെ വിട്ടുപോകും. പ്രൈസലോഷ്, അവരുടെ ബന്ധനങ്ങൾ വിട്ടുപോകും, രോഗങ്ങൾ വിട്ടുപോകും, പാപങ്ങൾ വിട്ടുപോകും, ജോലി തടസ്സം മാറും, വിവാഹ തടസ്സം മാറും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറും, അശുദ്ധി വിട്ടുപോകും, വ്യഭിചാര ആസക്തി വിട്ടുപോകും, മദ്യപാന ആസക്തി വിട്ടുപോകും. നിങ്ങൾ ത്യാഗം കൊടുത്ത് പ്രാർത്ഥിക്കണം. പ്രൈസലോഷ്, അപ്പോൾ അതിനിടയിൽ പരിശുദ്ധ കുർബാനയല്ലാതെ വേറൊന്നും ഭക്ഷിക്കാൻ പാടില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, 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 ഉച്ചത്തിൽ യേശുവേ സ്തുതിക്കുക, 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 യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടേക്ക് വരുന്ന ആളുകള് അങ്ങനെ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഈ ആലയത്തിന് പുറത്ത് നിൽക്കുന്നവര്, ഗ്രൗണ്ടിൽ നിൽക്കുന്നവര്, അവര് ഒത്തിരി ശ്രദ്ധിക്കണം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരു കാരണം അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ നിന്നുകൊണ്ട് അവർ ഈ പ്രാർത്ഥനയെ പങ്കെടുത്തു, ഈ പറഞ്ഞ നിയമം വെച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും നിന്നുകൊണ്ട് ഒരു ധ്യാനം കുടിക്കൂ, കർത്താവ് അവരുടെ ബന്ധനങ്ങൾ അഴിച്ച് മാറ്റിക്കൊണ്ട് അവരെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു സന്ദേശമുള്ളത് രാവിലെ 9 മണിക്ക് മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ഈ ശുശ്രൂഷ ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ ഹല്ലേലൂയ. അത് ഈശോയുടെ പീഡാസഹനവുമായി ബന്ധപ്പെട്ടാണ് ഈ 6 മണിക്കൂർ നേരം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വചനം പഠിക്കുമ്പോൾ, സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈശോ മിശിഹായെ കാൽവരിയിൽ കുരിശിൽ തറച്ചിട്ടത് രാവിലെ 9 മണിക്കായിരിക്കും എന്നാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉച്ചയ്ക്ക് 12 ആയപ്പോൾ പ്രപഞ്ചം മുഴുവനും ഇരുണ്ടു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രപഞ്ചം ഇരുണ്ടുപോയി, ഭൂമി മുഴുവൻ അന്ധകാരത്തിലായിരുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണി വരെ, 3 മണിക്കാണ് അവൻ കുരിശിൽ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് അഭിഷേകം മുഴുവൻ ദൈവജനത്തിന്റെ മേൽ ഒഴുകപ്പെടുന്നത്. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഈ സമയത്താണ് സാത്താന്റെ ശക്തി തോറ്റു പിന്മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ധകാര ശക്തി ഇന്നതായി പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അങ്ങനെ നീ 6 മണിക്ക് 9 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ദൈവജനത്തെ നീ പരിശുദ്ധ അമ്മയുടെ ദിനത്തിൽ, അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ നീ എന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് ഉപവാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അവരുടെ മേൽ, അവരുടെ കുടുംബം മുഴുവന്റെ മേലുള്ള സാത്താന്റെ ശക്തികൾ ഓടിപ്പോകുമെന്ന് പരിശുദ്ധാത്മാവ് അച്ഛന് ഉറപ്പായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വിട്ടുപോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം ഉണ്ടാവും. ഇവിടെ പ്രാർത്ഥന നിങ്ങളുടെ ബിസിനസ്സിൽ അത്ഭുതം ഉണ്ടാവും.
ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് നാനാഭാഗങ്ങളിൽ അത്ഭുതം ഉണ്ടാവും. അവിടുത്തെ പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഭക്ഷണമൊന്നും വെക്കാത്തതും ഒക്കെ നമ്മളത് ക്രമീകരിക്കാത്ത വളരെ ബോധപൂർവ്വം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വളരെ ബോധപൂർവ്വമാണ് 6 മണിക്കൂർ നേരം നമ്മളിവിടെ ഭക്ഷണം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ചെയ്യാത്ത, വളരെ ബുദ്ധിമുട്ടുണ്ടായത്. ബുദ്ധിമുട്ടില്ല, ഇതാണ് നിങ്ങളെ അല്ല അഭിഷേകം കിട്ടത്തില്ല. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എന്തിനു വേണ്ടി വന്നതാ? അഭിഷേകത്തിൽ വിടുതൽ സൗഖ്യം കിട്ടാൻ വേണ്ടി, അത് വേറൊന്നിനും വേണ്ടി നമ്മൾ വന്നതല്ല. അപ്പൊ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ട് സൂക്ഷിക്കണം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. പിന്നെ വലിയ വലിയ സീരിയസ് ആയ രോഗികൾ ഒരു രക്ഷയില്ലാതെ, അപ്പൊ അവർക്ക് എക്സെപ്ഷൻ ആയിട്ട് അച്ഛൻ കൊടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ അവർക്ക് ഉച്ച സമയത്ത് വല്ലതും മുകളുള്ളൂ, അത്യാവശ്യം വളരെ തീർത്തും വയ്യാത്തോടെ ഏതൊരു പ്രേക്ഷകരോട് പറഞ്ഞാൽ മതി, അവരെന്തെങ്കിലും നിങ്ങൾക്ക് തന്നോളും. പ്രൈസ് ദി ലോർഡ്. അവർ നിങ്ങളെ സഹായിച്ചോളും. നിങ്ങൾ പൈസ ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ ഹല്ലേലൂയ. എന്ത് ക്ഷീണമോ തളർച്ചയോ വീണു പോകുന്ന ആരെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രേക്ഷകർ പറഞ്ഞാൽ എനിക്ക് തീർത്തും വയ്യ, ഒന്ന് സഹായിക്കണം പറയാൻ, അവർ പെട്ടെന്ന് നിങ്ങളെ സഹായിച്ചോളൂ. ഒന്നും പേടിക്കേണ്ട. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പിന്നെ പൈസയും കൊടുക്കൊണ്ട് ഒന്നും കൊടുക്കണ്ട, എന്ത് വേണമല്ലോ അവർ തന്നു നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചോളൂ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ബാക്കി നമ്മൾ മുഴുവനും പ്രയറിൽ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ പ്രാർത്ഥനയുടെ അഭിഷേകത്തിലായിരിക്കും ഈ സ്ഥലം മുഴുവൻ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കൈകളടിച്ച് കത്തന്നതി പറഞ്ഞ പൊര 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 പൊര. ഉച്ചത്തില് കരങ്ങൾ ഉയർത്തി കടിച്ച് ഉച്ചത്തിൽ 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 ഉച്ച യേശുവേ ആമേൻ ആമേൻ. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൽ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. ഇതാണ് ഇത്. യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ട്. എഴുന്നേറ്റ് മഹാനഗരമായ നിനിവേയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനിവേയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായി. അത് കടക്കുവാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ നിനിവേ നശിപ്പിക്കപ്പെടുമെന്ന് പറയാൻ കാരണം ആ ദേശത്തുള്ള കുറെ തിന്മകളാണ്. ചരിത്രം പഠിക്കും, വചനം പഠിക്കും കാണാം. ഒന്ന് മന്ത്രവാദം നടക്കുന്നവര്, കൂടോത്രം ചെയ്ത് നടക്കുന്നവര്, പിശാചിനെ ആരാധിക്കുന്നവര്, അതുപോലെ തന്നെ വ്യഭിചാരത്തിന്റെ പ്രവൃത്തി, മനുഷ്യപ്രതി, അബോർഷനുകള്, മ്ലേച്ഛ പാപങ്ങള്, മദ്യപാനങ്ങള്, ഇങ്ങനെ എല്ലാ സ്വർഗരീതികള്, ഇങ്ങനെയുള്ള മുഴുവൻ തിന്മയങ്ങ് ആ നിനിവേ ദേശത്തങ്ങ് പെറ്റുവരിക. ചെറുപ്പക്കാരെല്ലാം ഈ തെറ്റ് ചെയ്യുക മുഴുവൻ. അപ്പോഴേക്കും വലിയൊരു അപകടം അവരുടെ മേൽ വന്നു ഭവിക്കാൻ പോകുന്നു. ആര് കണ്ടു? പ്രവാചകൻ കണ്ടു. പ്രവാചകൻ ദൈവം വെളിപ്പെടുത്തി, ഈ തിന്മകളിൽ കഴിയുന്ന വ്യക്തികളും കുടുംബങ്ങളിലും ശിക്ഷയുണ്ടാകും, അപകടമുണ്ടാകും, നാശമുണ്ടാകും, അപകട മരണങ്ങളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും. ദേശം മുഴുവൻ തകരാൻ പോവുക. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ആ സമയത്താണ് പ്രവാചകൻ ചെന്നിട്ട് പറയും. അപ്പോൾ അവർ വന്നിട്ട് അവരോട് പറഞ്ഞു, നിനിവേയിലെ ജനങ്ങൾ അപ്പോൾ 40 ദിവസം കഴിയുമ്പോൾ നിനിവേ നശിപ്പിക്കപ്പെടും. നിനിവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും, പ്രൈസ് ദി ലോർഡ്, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ധനികരും ദരിദ്രരും, പ്രൈസ് ദി ലോർഡ്, ചെറുപ്പക്കാർ എല്ലാവരും കൂടി ഉപവാസം നടത്തുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ വാർത്ത നിനിവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ നിനിവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെ കൽപ്പനയാണ്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്, അങ്ങനെ ഒന്നും ഭക്ഷിക്കരുത്. ഉണ്ടോ? സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇതിന് ദാഹിക്കുമ്പോൾ വിശക്കുമ്പോൾ അതിന് കൊടുക്കരുത്, അത് പാപപരിഹാരമാക്കാൻ പോവാ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കുരിശിൽ കിടന്നപ്പോൾ അവര് കൊണ്ടുവന്ന് ചുരുക്ക കൊണ്ടുവന്ന് കർത്താവിന്റെ നാവിൽ വെക്കുമ്പോൾ അവൻ ഭക്ഷിക്കുന്നില്ല, കുടിക്കുന്നില്ല. കാരണം ഇത് പരിഹാരമാണ്. എനിക്ക് ദാഹിക്കുന്നതോ വിളിച്ചു പറയുക. അത് ശരീരത്തിന് ദാഹം, അതിന്റെ പരമോടി നിൽക്കുമ്പോൾ അവര് കൊണ്ടുവന്ന് കൊടുക്കുക. വിനാഗിരി കൊണ്ടുവന്നിട്ട് അവൻ നാവിൽ തെളിപ്പിക്കുമ്പോൾ അവൻ തെറിപ്പിക്കുക വേണ്ട. ആർക്കു വേണ്ടി?
എനിക്ക് വേണ്ടി. എന്റെ നിന്റെയും പാപത്തിന് പരിഹാരമാണ്. അതാണ് ഉപവാസം. ഒരു പരിഹാരമാണ്. ഉപവാസം ഒരു പ്രാശ്ചിത്തമാണ്. ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അത് എടുക്കുമ്പോൾ നമ്മളിലെ ബന്ധനങ്ങൾ, കുടുംബത്തിലെ ബന്ധനങ്ങൾ, തലമുറയിലെ ബന്ധനങ്ങൾ വിട്ടുപോകും. സാത്താന്റെ ശക്തി ഉറപ്പാണ്, 100% ഉറപ്പാണ്. ശ്രമപ്പെടുത്തി പറഞ്ഞ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ മക്കള്? വിശ്വാസമുണ്ടോ മക്കള്? വിശ്വസിക്കുന്ന മക്കൾ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ 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 പോരാ, ഉച്ചത്തില് യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. ശ്രമപ്പെടുത്തി പറഞ്ഞു യേശുവേ നന്ദി, ഹല്ലേലൂയ. മനുഷ്യനോ മൃഗമോ കന്നുകാലോ ആടോ ഒന്നും ഭക്ഷിക്കരുത്, മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. വെള്ളം കുടിക്കരുത്, മേയരുത്. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. മനുഷ്യനും മൃഗവും ചാക്കു വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ച് സ്ഥിരപ്പെടുത്തി ഹല്ലേലൂയ. എന്നുവെച്ചാൽ അർത്ഥം എന്താ? ചാക്കു വസ്ത്രം തന്നെ വിധരിക്കും, തണുപ്പിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി. സ്ഥിരപ്പെടുത്തി ഹല്ലേലൂയ. ഈ മൃഗങ്ങളെ പോലെ വലിയ ചാക്ക് പോലത്തെ വസ്ത്രം കൊണ്ട് സംഭവം കൊണ്ട് പൊതിഞ്ഞിട്ടിരുന്നു, തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതുപോലും മാറ്റിവെച്ചുകൊണ്ട് അവര് ത്യാഗമെടുത്ത് അവര് പ്രാർത്ഥിക്കുക. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു. ദൈവം മനസ്സു മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നാശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സു മാറ്റി. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സു മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ് തിന്മ അയച്ചില്ല. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഇതിനകത്ത് ഇത്രയും ഉപവാസം എടുത്തിട്ട് പാപവും പാപമാർഗങ്ങളും പാപ സാഹചര്യങ്ങളും പാപ സ്വഭാവങ്ങളും നമുക്ക് കളഞ്ഞിട്ട് നാം ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസത്തിന്റെ ശക്തി നേരട്ടെ. ആമേൻ, ആമേൻ. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. രണ്ട് കര ഉയർത്തി വിളിച്ചു. ഇന്നത്തെ നമ്മുടെ ഉപവാസം കർത്താവിന്റെ അൾത്താരിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന പാപങ്ങൾക്ക് പരിഹാരമായും, നമ്മുടെ കുടുംബത്തിലുള്ള ഇന്ന ആളുകളുടെ പാപങ്ങൾക്ക് പരിഹാരമായും, തലമുറയിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായും കർത്താവിന്റെ മുകളിൽ സമർപ്പിച്ച്, കർത്താവ് ഇന്ന് ഞാൻ ഉപവാസം എടുക്കുന്നത് ഇന്ന തെറ്റുകൾക്ക്, ഞാൻ ചെയ്തു പോയിട്ടുള്ള എന്റെ രഹസ്യവും പരസ്യവുമായ ഇന്ന തെറ്റുകൾക്ക്, എന്റെ കൂടെയുള്ളവരുടെ തെറ്റുകൾക്ക്, എന്റെ അധികാരികളുടെ തെറ്റുകൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരുടെ തെറ്റുകൾക്കെല്ലാം പരിഹാരമായിട്ട് ഞാനിത് അങ്ങേക്ക് കാഴ്ചവെക്കും. ഇന്നത്തെ സഹനം നീ വിശപ്പോടുകൂടി ദാഹത്തോടുകൂടി ഞാൻ ഈ ശുശ്രൂഷ, ഈ വചനത്തിന്റെ ശുശ്രൂഷയിൽ, അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവെ എന്റെ മേൽ അങ്ങയുടെ കരുണ ഉണ്ടാകണമേ. കുർബാനയുടെ അഭിഷേകം, പാപപരിഹാര ബലിയുടെ അഭിഷേകം എന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് എന്നെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് സമർപ്പിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന വിടുതലേക്ക്, പരിശുദ്ധ അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ ഇപ്പൊ തന്നെ സംഭവിക്കട്ടെ. ആത്മാർത്ഥം സമർപ്പിച്ചു. സംഭവിക്കുക തന്നെ ചെയ്യും. കർത്താവിന്റെ വൻ കൃപ, വലിയ കൃപ ഒഴുകപ്പെടും. ക്ഷീണം, തളച്ച്, ചൂടൊക്കെ വരും. ഭയങ്കര തീ പോലെ ചൂട് വരും, അസ്വസ്ഥത വരും. അത് മുഴുവൻ നമ്മൾ എടുക്കുകയാണ്. അത് മുഴുവൻ നിന്നിട്ട് ഇതെന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട്. ആമേൻ, ആമേൻ. സ്തുതിക്കട്ടെ. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, പിശാചിനെ ബഹിഷ്കരിക്കാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോയപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈശോയെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സാത്താനെ ബഹിഷ്കരിക്കാനായിട്ട് സാധിച്ചില്ല? ശ്രമത്തിൽ പറഞ്ഞു. മർക്കോസ് സുവിശേഷം 9:28-29 യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് ദുഷ്ടാരൂപിയെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയാതെ പോയത്? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും എന്താണത് പോകാഞ്ഞത്? നിന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ എത്ര ചെയ്തിട്ട് എന്താ പറ്റാഞ്ഞത്? ഞങ്ങൾ സാത്താൻ വിട്ടുപോകാത്ത എന്തുകൊണ്ട്? അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സാത്താന്റെ ശക്തി വിട്ടുപോകാത്ത എന്തുകൊണ്ട്? പ്രാർത്ഥന നടത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ ബ്ലോക്കുകൾ, തടസ്സങ്ങൾ മാറാത്തത്, ജോലി തടസ്സം, വിവാഹ തടസ്സം, കുടുംബ പ്രശ്നങ്ങള്, പാപബന്ധനങ്ങള്, തർക്കദോഷങ്ങള് വിട്ടുപോകാത്ത എന്തുകൊണ്ട്?
മറുപടി പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. അത് ഈശോ ആദ്യം തന്നെ കാണിച്ചില്ലേ? മത്തായിയുടെ സുവിശേഷം 4:1-10 വരെയുള്ള വചനം. മരുഭൂമി 40 ദിനരാത്രങ്ങൾ ഉപവാസിച്ച് പ്രാർത്ഥിച്ചു വരുന്ന കർത്താവാണ് സാത്താനെ ബഹിഷ്കരിക്കുന്നത്. ഹല്ലേലൂയ. 40 ഉപവസിച്ച് പ്രാർത്ഥിച്ചു വരുന്ന യേശുവിന്റെ അടുക്കൽ സാത്താൻ വരുമ്പോൾ ദൂരെ പോകൂന്ന് പറഞ്ഞ പാടെ അവനത് അനുസരിച്ച്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഉപവാസ പ്രാർത്ഥന ഭയങ്കര ഗ്രേസാ, ഭയങ്കര വിടുതലാ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എന്തിനാണ് ഉപവാസം എടുക്കുന്നത്? അതിനെക്കുറിച്ച് 2 കൊറിന്തോസില് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ. ആമേൻ. അച്ഛൻ വായിക്കുന്നു, ശ്രദ്ധിച്ചു കേട്ടോണം. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് നൽകപ്പെട്ട് ലഭിച്ചുള്ളത്. കേട്ടോണം. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നുവെങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. അടുത്ത കേട്ടോണം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. സർവ്വത്തിൽ ഹല്ലേലൂയ. അതായത് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഉപവാസം എടുക്കുന്നത്. ആരുടെ ജീവൻ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടണം പറഞ്ഞ്? അച്ഛനെ ഇപ്പൊ ശുശ്രൂഷിക്കിറങ്ങുന്നു. അപ്പൊ നിങ്ങളുടെ തലയിൽ കൈ വെക്കുമ്പോൾ പൈശാചിത്വം വിട്ടുപോകണമെങ്കിൽ എന്നിൽ ആരുടെ ജീവൻ പ്രത്യക്ഷപ്പെടണം പറഞ്ഞ്? ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ സദാ സംഭവിക്കുന്നു. അപ്പൊ യേശുവിന്റെ ജീവൻ നമ്മളിൽ എന്താകണം? മാനിഫെസ്റ്റേഷൻ ഉണ്ടാകണം. കർത്താവിന്റെ ജീവൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകണം. പ്രത്യക്ഷമാകുവാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ സദാ സ്വീകരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ ഉപവാസം എടുത്താല് ആരുടെ ജീവൻ എന്നിൽ പ്രത്യക്ഷമാകുള്ളൂ പറഞ്ഞേ? ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നിങ്ങൾക്കുള്ള പാപത്തിന്റെ കെട്ടുകൾ വിട്ടുപോയിട്ട് യേശുക്രിസ്തുവിന്റെ ജീവൻ നിങ്ങൾ പ്രത്യക്ഷമാകാൻ നിങ്ങൾ എടുക്കാവുന്ന ഏറ്റവും നല്ല മാർഗങ്ങളൊന്നാണ് എന്ത്? ഉപവാസം. ഹല്ലേലൂയ. തുടങ്ങിക്കോ. ഇന്ന് മുതൽ നിങ്ങൾ ഉപവാസ പ്രാർത്ഥന തുടങ്ങാം. ഉപവാസ പ്രാർത്ഥന തുടങ്ങും. ഉപവാസ പ്രാർത്ഥന ഏത് ദുഷ്ടാരൂപയും വിട്ടുപോകും. പലർക്കും ഇന്ന് ഉപവാസം ഇല്ല. അത് ഉപവാസം എടുക്കും. അതുകൊണ്ടാണ് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ സദാ സംവഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഉപവാസം എടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളിലെ ആസക്തി മുഴുവൻ മരിക്കും. ആസക്തികൾ മരിക്കും. ഹല്ലേലൂയ. ഭക്ഷണാസക്തി മരിക്കും, അഹങ്കാര ആസക്തി മരിക്കും, മദ്യപാനം മരിച്ചുപോകും. നമ്മളിലെ പുകവലിയുടെ ആസക്തി മരിച്ചുപോകും, വ്യഭിചാര ആസക്തി മരിച്ചുപോകും, സ്വയംഭോഗ ആസക്തി മരിച്ചുപോകും, സ്വവർഗരതിയ ആസക്തി മരിച്ചുപോകും, വെറുപ്പ്, പക, അഹങ്കാരം ഇതൊക്കെ മരിച്ചുപോകും. മരിച്ചുപോയിട്ട് ആരുടെ ജീവൻ പ്രത്യക്ഷപ്പെടും പറഞ്ഞ്? യേശുവിന്റെ ജീവൻ പ്രത്യക്ഷപ്പെടും. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ സദാ സംഭവിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ജീവൻ പ്രത്യക്ഷപ്പെടാൻ എന്തെടുക്കണം പറഞ്ഞേ? സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എന്റെ ശുശ്രൂഷ ജീവിതത്തില് ആദ്യകാലത്ത് 3.5 വർഷം ഉപവാസം എടുത്തിട്ടുണ്ട്. യേശു സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 3.5 വർഷം ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും മാത്രം കഷ്ടിച്ച് ഭക്ഷണം കഴിയും. ഇപ്പൊ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഞാൻ 2 നേരം ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ മിക്കവാറും ഒരു നേരമുള്ളൂ. അതാണ് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ
പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ സദാ സംഭവിക്കും, ഞങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. കർത്താവ്, അതാണ് വിശപ്പെല്ലാം മരിക്കണം, ഓരോന്നും മരിക്കണം. നമ്മളിലെ ഓരോ ചിന്തയും മരിച്ചിട്ട് ആരുടെ ജീവൻ പുറത്തു വരണം. അപ്പൊ ഓരോ തിന്മയും, വെറുപ്പ് മരിച്ചു പോകണം, ആസക്തി മരിച്ചു പോകണം, അസൂയ മരിക്കണം, പക മരിക്കണം, മത്സരബുദ്ധി മരിക്കണം, ധനാസക്തി മരിക്കണം, കോപ ആസക്തി മരിക്കണം. എന്നിട്ട് ആരുടെ ജീവൻ പ്രത്യക്ഷമാകണം? പറഞ്ഞേ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി സദാ അവിടുത്തെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞേ, 2 കൊരിന്തോസ് 4:10. പറ്റി പറഞ്ഞ 2 കൊരിന്തോസ് 4:10. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്ക് കൈയടിച്ച് കത്തന്നെ പറഞ്ഞേ, പോരാ 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 പോരാ, ഉച്ചത്തില് പോരാ പോരാ, നന്നായിട്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വസ്തുക്കളോടും ഭക്ഷണത്തോടും വെള്ളത്തോടും കുടിയോ പലതിനോടുള്ള ആ വിശപ്പ് മരിച്ചിട്ട് ആരെ സ്വന്തമാക്കാനുള്ള വിശപ്പുണ്ടാകണം? പറഞ്ഞേ സ്ഥലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത് മരിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനുള്ള ദാഹമുണ്ട്. ഇത് പലർക്കും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ ദാഹമില്ല. കാരണം പറഞ്ഞ യേശുവേ നന്ദി, ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ 12 മണിക്ക് നല്ല അടിപൊളി വിരുന്ന്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഞാനൊരു 11:30 ആയപ്പോ ഞാൻ ഒരു മധുരമുള്ള കടുപ്പമുള്ള സാധനം ഒറ്റ കഴിച്ചു. അപ്പോ പിന്നെ എന്ത് പോയി? വിശപ്പങ്ങ് പോയി. വിശപ്പ് പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് വലിയ വിരുന്നൊരുക്കി വെച്ചു. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. താല്പര്യത്താണ് ഇന്നത്തെ ദൈവജനത്തിന് പറ്റിയ പ്രശ്നം. അവര് ഭൗതികമായി ഇത് ഭക്ഷിച്ചിട്ട് വരുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനുള്ള ദാഹവും വിശപ്പും നഷ്ടപ്പെട്ടു. ദാഹവും വിശപ്പും നഷ്ടപ്പെട്ടു. അഭിഷേകം പ്രാപിക്കാനുള്ള ദാഹവും വിശപ്പും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള എന്തില്ല? ദാഹം. ഇപ്പൊ രാത്രി മുഴുവനും ടെലിവിഷനും കണ്ടിരുന്നു, ബ്ലൂ ഫിലിമും കണ്ടിരുന്നു, സീരിയലും കണ്ടിരുന്നു, വിശപ്പ് മുഴുവൻ കളഞ്ഞു. മോശമായ സംസാരങ്ങൾ നടത്തി, കട്ടെടുത്ത്, വെറുപ്പ് ചിന്തിച്ച്, നിരാശപ്പെട്ട്, ഇതെല്ലാം കൊണ്ടും അവന്റെ ആത്മാവിന്റെ വിശപ്പ് കളഞ്ഞു. പണത്തിനു വേണ്ടി ജീവിച്ച്, പണം മാത്രം ചിന്തിച്ച്, മനസ്സ് മുഴുവനും വെറുപ്പ് കൊണ്ട് നിൽക്കുമ്പോൾ, വ്യഭിചാരം ചെയ്യുമ്പോൾ, സ്വവർഗം ചെയ്യുമ്പോൾ എന്റെ വിശപ്പ് പോയി. പിന്നെ അവന് വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവനൊന്നും തോന്നുന്നില്ല. വലിയ വിരുന്നിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവനൊരു ഫീലിംഗ് ഇല്ല, അവനൊരു ദാഹമില്ല, എടുക്കാനുള്ള വാങ്ങി ഭക്ഷിക്കാൻ പറ്റും, വാങ്ങാൻ കയ്യങ്ങ് നീട്ടണമെങ്കിൽ ഒരു വിശപ്പ് വേണ്ടേ? അപ്പൊ ഈ വിശപ്പുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഉപവാസം എടുക്കണം. ഇത് ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യവും മാറ്റിവെച്ച്, എല്ലാ സുഖങ്ങളും മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാനുള്ള എന്തുണ്ടാകുള്ളൂ? വിശപ്പും ദാഹവും ഉണ്ടാകുള്ളൂ. മനുഷ്യ സ്നേഹത്തിന്റെ പുറകെ നടക്കുന്നവർക്ക് ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകില്ല. എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പിന്നെ ദൈവസ്നേഹത്തോടാണോ എന്തിനാണ് പള്ളി പോകും? നമുക്കിപ്പോ കൂട്ടുകാരനടുത്ത് ഇരിക്കാം.